അപ്പോൾ നമ്മൾ ഡയറക്ടർ ആരാണെന്നും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണെന്നും ഒക്കെ ഒരുവിധം മനസ്സിലാക്കി. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഒരു കമ്പനിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആവശ്യം? വാട്ട് ഈസ് ദ നീഡ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ഒരു കമ്പനിക്ക് എന്തിനാണ് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ആവശ്യം? മെയിനായിട്ട് നമുക്ക് 3 പോയിന്റ്സ് ആയിട്ട് പറയാം. ഒന്നാമത്തെ നമ്മൾ കഴിഞ്ഞ തവണയും കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, അതായത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. പേഴ്സൺ ആണ്, പക്ഷേ എന്ത് പേഴ്സൺ ആണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻറ്റ്. പക്ഷേ സ്വന്തമായിട്ട് അതിന് ചിന്തിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനായിട്ടൊരു ഹ്യൂമൻ ഏജൻസിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നീഡ് എന്ന് പറയുന്നത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ടാണ്. 2, കമ്പനികളിൽ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും. അപ്പം അത് മാനേജ് ചെയ്യാനും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ വേണ്ടേ? അടുത്തത്, ഇത് രണ്ടും കൂടാതെ തന്നെ കമ്പനീസ് ആക്ടിൽ പറയുന്നുണ്ട്, സെക്ഷൻ 149 പറയുന്നുണ്ട് കമ്പനിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണമെന്ന്. അപ്പം മുകളിലത്തെ 2 പോയിന്റ് മാറ്റി നിർത്തിയാൽ കൂടിയും ലീഗൽ റിക്വയർമെൻ്റ് ആയിട്ട് നമുക്ക് കമ്പനീസ് ആക്ട് പ്രകാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ എവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ റിക്വയർമെൻറ്റ് ആസ് പെർ സെക്ഷൻ 149. സോ സെക്ഷൻ 149 ഓഫ് ദി ആക്ട് കണ്ടെയ്ൻസ് പ്രൊവിഷൻ which require that every company shall have to constitute board of directors. അപ്പോൾ ഒരു കമ്പനിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം, കമ്പനി ടു ഹാവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 149. സെക്ഷൻ 149 ഓഫ് ദി ആക്ട് കണ്ടെയ്ൻസ് പ്രൊവിഷൻസ്. സെക്ഷൻ 149 കുറച്ച് പ്രൊവിഷൻസ് പറയുന്നുണ്ട്. ആ പ്രൊവിഷൻസ് എന്താണ് ആവശ്യപ്പെടുന്നത്? വിച്ച് റിക്വയർ ദാറ്റ് എവറി കമ്പനി ഷാൾ ഹാവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എല്ലാ കമ്പനികളും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറയുന്ന കമ്പനീസ് ആക്ടിൻ്റെ ആ പ്രൊവിഷൻസ് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 149. അപ്പം എല്ലാ കമ്പനികൾക്കും ഡയറക്ടർ വേണം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം എന്നൊക്കെ നമ്മൾ കുറച്ച് നേരമായിട്ട് പറയുന്നല്ലേ. അപ്പം എത്ര പേര് വേണം, അതിന് മിനിമം മാക്സിമം അങ്ങനെ ലിമിറ്റ് വല്ലതും ഉണ്ടോ എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ ആ നമ്പറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 149 സബ്സെക്ഷൻ 1, നമ്മൾ പറഞ്ഞ സെക്ഷൻ 149 പ്രകാരം കമ്പനികൾക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം. സെക്ഷൻ 149 സബ്സെക്ഷനിൽ പറയുന്നൊരു പോയിൻ്റാണ്, എവറി കമ്പനി ഷാൾ ഹാവ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അത് നമുക്കറിയാം, എല്ലാ കമ്പനികൾക്കും സെക്ഷൻ 149 പ്രകാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം എന്ന് നമുക്കറിയാം. പക്ഷേ 149 സബ്സെക്ഷൻ 1 പ്രകാരം എവറി കമ്പനി ഷാൾ ഹാവ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽസ് ആസ് ഡയറക്ടേഴ്സ്. ഡയറക്ടറായിട്ട് ആരെ മാത്രമേ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ? ഇൻഡിവിജ്വൽസിനെ, നാച്ചുറൽ ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമ്മൾ ഇൻകം ടാക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളപ്പോഴും അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ അറിയുന്നൊരു കാര്യമാണ്, പേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ടേമിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആവാം അല്ലേ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താ? ആരെ മാത്രമേ നമുക്ക് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റൂ? നാച്ചുറൽ ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രം. എനി പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽസ് ലൈക്ക് എ ബോഡി കോർപ്പറേറ്റ് ഫേം ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ക്യാൻ നോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ. അപ്പോൾ സെക്ഷൻ 149 പ്രകാരം എവറി കമ്പനി ഷുഡ് ഹാവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. സെക്ഷൻ 149 സബ്സെക്ഷൻ 1 പ്രകാരം ഈ ബോർഡിൽ ആരെ മാത്രം നമ്മൾ ഡയറക്ടർമാരായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ? ഇൻഡിവിജ്വൽസിനെ മാത്രം, നാച്ചുറൽ പേഴ്സൺസിനെ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. എനി പേഴ്സൺ അതർ ദാൻ ഇൻഡിവിജ്വൽസ്, വ്യക്തികളല്ലാത്ത, ഇൻഡിവിജ്വൽസ് അല്ലാത്ത വേറെ ഏത് പേഴ്സൺസ് ആണെങ്കിലും, അതൊരു ബോഡി കോർപ്പറേറ്റ് ആവട്ടെ, ഒരു ഫേം ആവട്ടെ, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവട്ടെ, ദേ കനോട്ട് നോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ ആസ് പെർ സെക്ഷൻ 149 സബ്സെക്ഷൻ 1. ഇനി നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഈ എണ്ണം, എത്ര ഡയറക്ടർമാർ കുറഞ്ഞത് വേണം അല്ലെങ്കിൽ മാക്സിമം എത്ര വരെ ആവാം, അതൊക്കെ അറിയണ്ടേ. അപ്പം മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങളുടെ കൺവീനിയൻസ് പോലെ ഓർത്ത് വെക്കുക. ഇപ്പം 3, 2, 1 അങ്ങനെ ഓർത്ത് വെക്കാമെങ്കിൽ അങ്ങനെ ഓർത്ത് വെക്കുക. അതായത് കുറഞ്ഞത് ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിന് 3 ഡയറക്ടർമാർ വേണം. കുറഞ്ഞത് ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിന് കുറഞ്ഞത് 2 ഡയറക്ടർമാർ വേണം. 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ മിനിമം 1 ഡയറക്ടർ വേണം. അപ്പം മിനിമം കാര്യമാണ് പറഞ്ഞത്. ഒരു കമ്പനിക്ക് മിനിമം എത്ര ഡയറക്ടർമാർ വേണം? മിനിമം പബ്ലിക് കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 3 ഡയറക്ടർമാർ വേണം, 3. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 2 പേര് വേണം, 2. 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ കുറഞ്ഞത് 1 ഡയറക്ടർ വേണം. അപ്പം മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയാണ്? 3, 2, 1. പബ്ലിക് കമ്പനി 3, പ്രൈവറ്റ് കമ്പനി 2, 1 പേഴ്സൺ കമ്പനി 1 കുറഞ്ഞത്. അടുത്താണ് മാക്സിമം. അതിന് ഇങ്ങനെ ഡിഫറൻസിയേഷൻ ഒന്നുമില്ല, പബ്ലിക് കമ്പനിക്ക് ഇത്ര, പ്രൈവറ്റിന് ഇത്ര, 1 പേഴ്സൺ കമ്പനി അങ്ങനെയൊന്നുമില്ല. ഏത് കമ്പനി ആണെങ്കിലും മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് 15 ഡയറക്ടർമാർ വരെ ആകാം. മാക്സിമം എത്ര ഡയറക്ടർമാർ വരെ ആകാം? 15 ഡയറക്ടർമാർ വരെ ആകാം. ഇനി ഏതെങ്കിലും ഒരു കമ്പനിക്ക് തോന്നുകയാണ്, അവർക്ക് ആവശ്യമെന്ന് തോന്നുകയാണ്, അതായത് ഈ 15 പോരാ, അവർക്ക് അതിലും കൂടുതൽ ഡയറക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യണം, മാക്സിമം 15 ആണല്ലോ ലിമിറ്റ്,
ആക്ട് പ്രകാരം ഈ 15 കൂടുതൽ നമുക്ക് ഡയറക്ടർമാരെ വേണം എന്ന് ഏതെങ്കിലും ഒരു കമ്പനിക്ക് തോന്നുവാണെങ്കിൽ, ഇഫ് ദ കമ്പനി വാണ്ട്സ് ടു അപ്പോയിന്റ് മോർ ദാൻ 15 ഡയറക്ടേഴ്സ്, ഇറ്റ് ക്യാൻ ഡു സോ ആഫ്റ്റർ പാസിംഗ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ദ ജനറൽ മീറ്റിംഗ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവൽ അങ്ങനെയൊന്നും വേണ്ട, ആവശ്യമില്ല. അവരുടെ ജനറൽ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഈ 15 കൂടുതൽ അവർക്ക് ഡയറക്ടർമാരുടെ എണ്ണം ഉയർത്താൻ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ, 15 കൂടുതൽ അവർക്ക് ഡയറക്ടർമാർ വേണം തോന്നുകയാണെങ്കിൽ അവർ എന്ത് ചെയ്താൽ മാത്രം മതി? അവരുടെ ജനറൽ മീറ്റിംഗിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മതി. ഓക്കെ, അപ്പം മിനിമം ലിമിറ്റ് എങ്ങനെയാണ്? മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പബ്ലിക് കമ്പനി ആണെങ്കിൽ 3, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2, 1 പേഴ്സൺ കമ്പനി ആണെങ്കിൽ മിനിമം 1. മാക്സിമത്തിന് അങ്ങനെ ഡിഫറൻഷിയേഷൻ ഒന്നുമില്ല. പബ്ലിക് കമ്പനി ആണെങ്കിലും പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും 1 പേഴ്സൺ കമ്പനി ആണെങ്കിലും മാക്സിമം എത്ര വരെ ആവാം ഡയറക്ടേഴ്സ്? മാക്സിമം നമ്പർ ഇസ് 15. അപ്പം ചിലരുടെയെങ്കിലും മനസ്സിലൊരു സംശയം വരാം, 1 പേഴ്സൺ കമ്പനിക്ക് 15 ഡയറക്ടേഴ്സ് ആകാമോ? ആകാം. 1 പേഴ്സൺ കമ്പനിയുടെ നമ്മൾ പറയുന്നത് അതിലെ മെമ്പർ മാത്രമാണ് ഒരാൾ, അതിൽ ഒരു ഷെയർ ഹോൾഡറേ ഉള്ളൂ, മെമ്പർ ഒരാളാകാൻ പാടുള്ളൂ എന്നേ ഉള്ളൂ. അതിനെ മാനേജ് ചെയ്യാൻ ഡയറക്ടർമാർ ഒന്നി കൂടുതലാവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 1 പേഴ്സൺ കമ്പനിക്ക് മിനിമം ഒരു ഡയറക്ടർ, മാക്സിമം 15 വരെ ആകാം. അല്ലാതെ അത് 1 പേഴ്സൺ കമ്പനി ആയതുകൊണ്ട് ഡയറക്ടർമാർ ഒന്നി കൂടുതൽ പാടില്ല എന്നില്ല. ഡയറക്ടർ എന്ന് പറയുമ്പോൾ കമ്പനി മാനേജ് ചെയ്യുന്ന ആളല്ലേ, മെമ്പർ ഒരാളെ ആകാൻ പാടുള്ളൂ, അതിൽ ഒരു ഷെയർ ഹോൾഡറേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഡയറക്ടർമാർ 15 മാക്സിമം, അതിനും 1 പേഴ്സൺ കമ്പനിക്കും എത്ര തന്നെയാണ്? 15 തന്നെയാണ്. ഇനി നമ്മൾ ഈ അപ്പർ ലിമിറ്റ് 15 ഡയറക്ടർമാരുടെ കാര്യം പറഞ്ഞല്ലോ, അതായത് മാക്സിമം ഡയറക്ടർമാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതിൻ്റെ മാക്സിമം ലിമിറ്റ് 15 ആണ്. ഏതെങ്കിലും കമ്പനിക്ക് അതിൽ കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവരുടെ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ മാക്സിമം ഈ ലിമിറ്റ് ഉണ്ടല്ലോ 15 എന്നുള്ള, അതിന് അങ്ങനെ ലിമിറ്റ് ഇല്ലാത്ത എക്സംഷൻ ഉള്ള ചില കമ്പനീസ് ഉണ്ട്. അതായത് ഈ കമ്പനികൾക്ക് 15 പേരിൽ കൂടുതൽ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പോലും പാസ്സാക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അവർക്ക് 15 പേരിൽ കൂടുതൽ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാം. അതിനായിട്ട് അവർക്ക് ഈ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണ്ട. അപ്പോൾ ഈ മാക്സിമം ലിമിറ്റ് അവർക്ക് ആപ്ലിക്കബിൾ അല്ല. അവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 8 കമ്പനീസും ഗവൺമെൻറ് കമ്പനീസും ആണ്. പക്ഷേ അവർക്ക് വെറുതെ അങ്ങോട്ട് ഈ എക്സംഷൻ കിട്ടത്തില്ല. അവിടെ ഒരു കണ്ടീഷനുണ്ട്, ഈ എക്സംഷൻ അവർക്ക് കിട്ടും. അതായത് ഈ 15ൻ്റെ ലിമിറ്റ് അവർക്ക് പ്രശ്നമല്ല, അവർക്ക് 15 കൂടുതൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അവർ നമ്മുടെ കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 92ഉം സെക്ഷൻ 137ഉം അത് രണ്ടിലും ഡിഫോൾട്ട് വരുത്താൻ പാടില്ല. അത് രണ്ടും കംപ്ലൈൻസ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം. അതിൽ ഡിഫോൾട്ട് വരുത്താൻ പാടില്ല. അതായത് സെക്ഷൻ 92 എന്ന് പറയുന്നത് ആനുവൽ റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ സെക്ഷൻ 137 എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഫയൽ ചെയ്യുന്നതിൽ അവർ ഡിഫോൾട്ട് വരുത്താൻ പാടില്ല. കംപ്ലൈ ചെയ്തിരിക്കണം കറക്റ്റായിട്ട്, എന്നാൽ മാത്രമേ അവർക്ക് എക്സംഷൻ കിട്ടുള്ളൂ. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ മാക്സിമം ലിമിറ്റ് 15 എന്ന് പറയുന്നത് സെക്ഷൻ 8 കമ്പനീസിനും ഗവൺമെൻറ് കമ്പനീസിനും ആപ്ലിക്കബിൾ അല്ല. അവർക്ക് ഈ 15 പേരിൽ കൂടുതൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇല്ലാതെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ പ്രൊവൈഡഡ് ദാറ്റ് അവർ ഏത് 2 സെക്ഷൻ കൃത്യമായിട്ട് കംപ്ലൈ ചെയ്തിട്ടുണ്ട്, ഏത് 2 സെക്ഷനിൽ ഡിഫോൾട്ട് വരുത്തിയിട്ടില്ല, വീഴ്ച വരുത്തിയിട്ടില്ല, സെക്ഷൻ 92 ആനുവൽ റിട്ടേൺസിലും സെക്ഷൻ 137 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും അവർ വീഴ്ച വരുത്തിയിട്ടില്ല എങ്കിൽ അവർക്ക് ഈ ലിമിറ്റ് ആപ്ലിക്കബിൾ അല്ല, എക്സംഷൻ കിട്ടും. 15 പേരിൽ കൂടുതൽ ഡയറക്ടർമാരെ അവർക്ക് മാക്സിമം ഡയറക്ടർമാരെ അപ്പോയിൻറ്റ് ചെയ്യാം. 15ൻ്റെ ലിമിറ്റ് അവർക്ക് ബാധകമല്ല. ഈ 15 പേരിൽ കൂടുതൽ ബാക്കിയുള്ളവർക്കും അപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ അവർക്ക് എന്ത് പാസ്സാക്കേണ്ടതായിട്ടുണ്ട്? സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കേണ്ടതായിട്ടുണ്ട്. ഇവർക്ക് അതില്ലാതെ തന്നെ ഈ 15 പേരിൽ കൂടുതൽ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാം. ഈ 15